എല്ലാവർക്കും നമസ്കാരം. നമ്മള് എന്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. കാരണം നിങ്ങളെല്ലാരും എന്റെ ഈ എന്താ പറയുന്നെ, സംസാരം അല്ലാണ്ടേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ചെറിയൊരു പനിയൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ടും, നമ്മള് കൃത്യസമയത്ത് ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടത് കൊണ്ടും, നമ്മള് ഇന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് ഒരു പുതുമയുണ്ട്. നമ്മുടെ 2ാമത്തെ ബാച്ചാണ് ഇന്ന് കൊടികേറുന്നത്. ഇതിന്റെ അകത്തൊരു പുതുമ എന്ന് പറയുന്നത്, വളരെ ഇപ്രാവശ്യത്തെ നിങ്ങൾക്കറിയാം കേരളത്തിലെ കേഡറ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് വിജയം. ആ വിജയത്തിലും 93 പേരെ വിദ്യാവീഥിക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാറ്റഗറി 1, 2 വിഭാഗത്തിൽ മാത്രമായിട്ട്. അപ്പം നിങ്ങൾ അതുപോലെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി അടുത്ത പ്രാവശ്യത്തെ റിസൾട്ട് വരുമ്പോൾ അതിന്റെ അകത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാവണം എന്നുള്ള പ്രത്യാശയോട് കൂടി തന്നെയാണ് നിങ്ങൾ കയറിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ പ്രതീക്ഷ നിങ്ങൾക്ക് ഒരിക്കലും കൈവിടേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കില് നിങ്ങൾ മെനക്കെട്ടാല് നിങ്ങൾക്കത് സാധ്യമായി കിട്ടുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളൊന്ന് മെനക്കെടണം, 2 നന്നായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളെ നമുക്കിതിന്റെ അകത്ത് ചെയ്യാനുള്ളൂ. അപ്പോ ഇതിന്റെ അകത്ത് നിങ്ങള് പ്രത്യേകമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങള് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. അതിനു മുൻപായിട്ട് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. 4 സാറുമാരുടെ ഫോട്ടോ ഇതിൽ കാണാം നിങ്ങൾക്ക്. 4 സാറുമാരല്ല, 2 സാറുമാരും 2 ടീച്ചർമാരും. നമുക്ക് വിദ്യാവീഥി എന്താണെന്നും വിദ്യാവീഥിയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഇവര് പറയും. ഞാൻ തന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവര് പറയും എന്താണ് വിദ്യാവീഥി എന്നും എങ്ങനെയാണ് വിദ്യാവീഥിയിലെ ക്ലാസ്സുകൾ പോകുന്നതെന്നും ഇവര് പറയും. അപ്പൊ അത് നമുക്ക് ഈ അധ്യാപകരെ ഒന്ന് വിളിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ബേസിൽ സാർ കോതമംഗലം ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനാണ്. സാറ് ഈ പറഞ്ഞ പോലെ NCCയുടെ ഒക്കെ മാസ്റ്റർ ട്രെയിനറൊക്കെയാണ്. അപ്പൊ സാറിനെ ഞാൻ ഒന്ന് ക്ഷണിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് തീർക്കാം കേട്ടോ. സാറേ. അജയ് സാറേ, കേൾക്കാവോ? കേൾക്കാം സാറേ. എല്ലാവർക്കും, എല്ലാ അധ്യാപകർക്കും ഈ വൈകിയ വേളയില് എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന അജയ് സാറിനോടുള്ള നന്ദി പറയുന്നു. ഞാൻ ആദ്യമേ എൻ്റെ കാര്യം ഒന്ന് പറയട്ടെ സാറേ. ഞാൻ 2012 സർവീസിൽ കയറിയ ഒരു അധ്യാപകനാണ്. 2012 ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഈ കേട്ടിട്ട് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ പരീക്ഷ ഉണ്ടെന്ന് പോലും അറിയില്ലാത്തൊരു സമയത്താണ് പരീക്ഷ കയറുന്നത്, ജോലി കയറുന്നത്. ഞാൻ 12 വർഷം സർവീസ് പൂർത്തീകരിച്ചൊരു അധ്യാപകനാണ്. അതിനിടയിൽ ഒരുപാട് പരീക്ഷകൾ ഞാൻ എഴുതി. ഇൻക്രിമെന്റുകളൊന്നും പാസ്സാക്കാതെ അടിസ്ഥാന ശമ്പളം മാത്രം വാങ്ങിച്ച് ഇതുവരെ നിൽക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിലിലെ വിജ്ഞാപനത്തിലുള്ള ജൂൺ 22 നടന്ന കാറ്റഗറി 2 പരീക്ഷയിൽ ഞാൻ പാസ്സായി. ഈ കേട്ടറ്റ് പരീക്ഷ നമ്മൾ പോയി വെറുതെ എഴുതിയ കിട്ടില്ല എന്നുള്ളൊരു പരീക്ഷയാണ്. അത് എഴുതണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ അതിനൊരു ചെറിയ ടെക്നിക്സ് വേണം, ശരിയായ ഒരു കോച്ചിങ്ങും വേണം. ഞാൻ ഈ 12 വർഷത്തോളം കാലം ഒരുപാട് സ്ഥലങ്ങളിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. 12-13 വർഷത്തിലൊക്കെ ഞാൻ എറണാകുളത്തൊക്കെ ആയിരുന്നു പഠിക്കാൻ പോയിരുന്നത്. അന്ന് ഇവിടെ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ആർക്കും ഇല്ലായിരുന്നു. എറണാകുളത്ത് പഠിച്ചു, അതിനുശേഷം തൊടുപുഴയിൽ പോയി പഠിച്ചു, പിന്നെ കോലഞ്ചേരിയിൽ പോയി പഠിച്ചു. അതൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു, ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ചു. പക്ഷെ അതൊന്നും ഫലം കിട്ടിയില്ല. സത്യം പറഞ്ഞ 2022 ഞാൻ ഈ വിദ്യാവീഥി എന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയാനിടയായത്. ഞാൻ കോലഞ്ചേരിയിൽ ഓഫ്ലൈനായിട്ട് സൺഡേ ക്ലാസ്സിന് പോയി പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള അവരുടെ അധ്യാപകർ പറയുന്നത് കേട്ടാണ് വിദ്യാവീഥി എന്ന പേര് ഞാൻ കേട്ടത്. അങ്ങനെ എൻ്റെ കൂടെ എനിക്കറിയാവുന്ന ഒരു ടീച്ചർക്ക് ഇതുപോലെ കേട്ടിട്ട് വേണമായിരുന്നു. അവരും അറിഞ്ഞ് ഞാൻ അജയ് സാറിനെ 2022 സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്റർവൽ ടൈമിൽ വിളിക്കുകയാണ്. അങ്ങനെയാണ് അജയ് സാറിൻ്റെ സംസാരിക്കുന്നതും അജയ് സാറുമായിട്ട് ഈ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുന്നതും അഡ്മിഷൻ എടുക്കുന്നതും പിന്നീട് അവിടെ പഠിച്ചു തുടങ്ങുന്നതൊക്കെ. അജയ് സാറ് സത്യം പറഞ്ഞാൽ ഈ ഒരു വിദ്യാഭീതി എന്ന സ്ഥാപനത്തിൽ സാറ് ഭയങ്കര കൃത്യനിഷ്ഠതയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗ്രൂപ്പിൽ സാറ് നല്ല മോട്ടിവേഷൻ തരുന്നുണ്ട്. കൂടാതെ ദേഷ്യപ്പെടും, കോപിക്കും. അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതൊക്കെ നമ്മൾ ക്ഷമയോട് കേട്ട് നമ്മൾ അത് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി. ഞാനൊരു 2-3 പരീക്ഷയൊക്കെ എഴുതിയ പിന്നെയാണ് എനിക്കൊരു ഐഡിയ കിട്ടി തുടങ്ങിയത്. എവിടെയാണ് എൻ്റെ പോരായ്മ? ആ പോരായ്മ മനസ്സിലാക്കി വീണ്ടും ശ്രമിച്ച് 4 പ്രാവശ്യം
വിദ്യാഭീതിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4ാമത്തെ പ്രാവശ്യം എനിക്ക് ഈ പരീക്ഷ, ഇപ്പോൾ കിട്ടിയ പരീക്ഷ കിട്ടാനിടയായത്. അപ്പോൾ ഞാൻ 23.5 വയസ്സിൽ സർവീസിൽ കയറിയതാ, 35 വയസ്സായപ്പോഴാണ് എനിക്കിപ്പോൾ കേഡറ്റ് കിട്ടുന്നത്. അത്രയും നാൾ ഞാൻ പല പരീക്ഷകൾ എഴുതി, ഒരുപാട് പ്രാവശ്യം എഴുതി, പിന്നെ കുറച്ച് പ്രാവശ്യം എഴുതാതിരുന്നു മനസ്സുമെടുത്ത്. പിന്നെ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു 2-3 വർഷം അതിൻ്റെ വിശ്വസ്തതയിലിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് പോയി. പിന്നെ പഠിക്കാൻ തുടങ്ങി. വിദ്യാഭീതിയിലൂടെ വന്നപ്പോൾ എനിക്കൊരു നല്ല ഒരു ട്രെയിനിങ് കിട്ടി. ചിട്ടയായിട്ടുള്ള ക്ലാസ്സുകളാണ്, അത് ഫലവത്താണ്. നമ്മൾ ആ ചിട്ടയായ ക്ലാസ്സുകൾ കേട്ട് അറ്റൻഡ് ചെയ്ത് അത് എഴുതിയെടുത്ത് പഠിച്ചാൽ നമുക്ക് കേട്ടിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ പുതിയ 2ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിദ്യാഭീതിയുടെ ക്ലാസ്സിൽ ചിട്ടയായിട്ട് കയറിയാൽ, ചിട്ടയായിട്ട് നമ്മൾ ക്ലാസ് കേട്ട് സാറ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇതിൽ തുടർന്നാൽ, ചിലപ്പോൾ ആദ്യത്തെ തവണ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ജയിക്കാൻ സാധിക്കും. തോൽവി ഉണ്ടാവും, പക്ഷെ ആ പരാജയങ്ങളെയൊക്കെ ഭയപ്പെടാതെ മുന്നോട്ട് കയറാനുള്ള ആവേശം അജയ് സാർ അല്ലെങ്കിൽ വിദ്യാഭീതി തന്നിട്ടുണ്ട് എനിക്ക്. അതിൻ്റെ നിറവിലാണ് ഞാൻ പാസ്സായത്. വിദ്യാഭീതിയിൽ വിശ്വാസം അർപ്പിക്കുക, നമ്മളെല്ലാവരും ജയിക്കും. നമ്മൾ സർവീസിലിരിക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ വളരെ പ്രയാസപ്പെടേണ്ടി വരും. സർവീസിലിരിക്കുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, കാരണം സഹപ്രവർത്തകരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലും ഒക്കെ അതിനിടയിലുണ്ടാവും. നമ്മൾ പല മേഖലകളിൽ ശോഭിക്കുന്ന ആളുകളാണ്. ഞാൻ പല മേഖലകളിൽ ശോഭിച്ചുവെങ്കിലും ഇതിൻ്റെ ഒരു കുറവ് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. എൻ്റെ സഹപ്രവർത്തകർ എന്നെ പരിഹാസിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ എനിക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീണെടുത്ത് കിടക്കാതെ വീണ്ടും എഴുന്നേറ്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭീതി ഒപ്പമുണ്ടെങ്കിൽ, അജയ് സാർ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാവും. വിദ്യാഭീതിയിൽ വിശ്വാസം അർപ്പിക്കുക, നിങ്ങൾക്ക് ജയം കിട്ടും. താങ്ക് യു സാറേ. താങ്ക് യു സാറേ. സാറിന്റെ തിരക്കുകളുടെ ഇടയിൽ ഞാൻ വിളിച്ചപ്പം സാറേ ആരെങ്കിലും 4 പേര് ജയിച്ചതിൽ പറയാൻ പറഞ്ഞപ്പോൾ 2ാമത് പറഞ്ഞത് സാറാണ്. അപ്പൊ ഒത്തിരി സന്തോഷം സാറേ. താങ്ക് യു സാർ. താങ്ക് യു. നമ്മുടെ മർവ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ, ടീച്ചറിന്റെ ഒരു അനുഭവം. നിങ്ങൾക്ക് ബോറടിക്കണ്ട. ഇവരൊക്കെ സർവീസിലുള്ളവരാണ്. ഇവരുടെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ വേണം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതിനേക്കാൾ. എനിക്ക് ഇങ്ങനെ വാദവരാതെ പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷെ അത് മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഒരു വ്യത്യാസം വേണം. ഞാൻ പറയുന്നതല്ല ഞാൻ പ്രവൃത്തിയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇവര് പറയാം. അതുകൊണ്ടാണ് ഇവരെ ഞാൻ ഇന്ന് ക്ഷണിച്ചത്. ഓക്കെ ടീച്ചറെ, നമുക്ക് തുടങ്ങാം. ഓക്കെ സാർ. ആദ്യമായി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന അജയ് സാറിന് നന്ദി അറിയിക്കുകയാണ്. വിദ്യാഭീതിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാന്. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ തൊടുപുഴയിൽ വന്നിട്ടായിരുന്നു പഠിച്ചത്. അവിടെ പഠിച്ചത് മുതൽ ഇന്നത്തെ ദിവസം വരെ അജയ് സാറ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്ക് എല്ലാവരുടെയും അധ്യാപകരുണ്ട്, പക്ഷെങ്കിൽ എല്ലായിടത്തുനിന്നും നമുക്ക് മെറ്റീരിയൽസ് തരിക, പഠിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക എന്നല്ലാതെ എപ്പോ വിളിച്ചാലും ഏത് കാര്യം ചോദിച്ചാലും പേഴ്സണലായിട്ട് സാറോട് ചോദിച്ചാൽ എപ്പം ഏത് ഡൗട്ട് ചോദിച്ചാലും സാർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരുന്നുണ്ട്. മറ്റുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അഖില മിസ് ആയിക്കോട്ടെ, ജീന മിസ് ആയിക്കോട്ടെ, എല്ലാവരും ഏത് ഡൗട്ട് ചോദിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് മറുപടി കിട്ടാറുണ്ട്. വിദ്യാഭീതിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ, എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിട്ട്, ക്ലാസ് ആയാലും നല്ല ക്ലാസ് ആണ്. ഞാൻ ഇതിനു മുന്നേയും പല ഇതിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ വിദ്യാഭീതിന്റെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഈ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി തരും, എല്ലാ കാര്യത്തിലായാലും. മറ്റൊരു കാര്യം പറയുന്നത്, ആരും എടുത്തു വെച്ച കാല് പിന്നോട്ടേക്ക് വെക്കരുതെന്നാണ് എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞാൻ സർവീസിലുള്ള ആളാണ്, 3 വർഷമായി. കഴിഞ്ഞ വർഷം ഞാൻ മതിയായി, മടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കാന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ HM ആണ് എന്നോട് പറഞ്ഞത്, ഈ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്യ്, എന്നിട്ട് നമുക്ക് ഒഴിവാക്കാം എന്ന്. അപ്പൊ ആ ഒരു അവസരം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പാസ്സായ അപ്പം തന്നെ ഞാനങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. എൻ്റെ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുക ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എല്ലാവരുടെ കുത്തുവാക്കുകളും കേൾക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ നമ്മൾ അവരുടെയൊക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കുക ചെയ്യേണ്ടത്. അതിന് വേണ്ട നമ്മൾ നല്ലോണം ശ്രമിക്കുക. ക്ലാസ് നല്ല രീതിയിൽ അജയ് സാർ കുറച്ച്
സ്ട്രിക്റ്റ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമെങ്കിലും സാർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഞാൻ ചെയ്തത് അങ്ങനെ അത്ര മാത്രമാണ് ചെയ്തത്. അത് സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാം. സാർ പറയുമ്പോ സാർ എന്താ അങ്ങനെ പറയുന്നത്, സാറെക്കാട്ടും ഒരു പക്ഷേ വയസ്സിൽ മൂത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ സാർ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുകയും ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുകയും നോട്ട്സ് കൃത്യമായിട്ട് എഴുതുകയും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അക്കാര്യം എല്ലാവരും അങ്ങനെ ചെയ്യുക. ഇത്രയും പറയുന്നത്. എല്ലാവരും ഈ എടുത്തു വെച്ച കാലം ആരും മുന്നോട്ട് വെക്കരുത് എന്നുള്ള എൻ്റെ ഒരു അനുഭവം എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും അതുപോലെ മുന്നോട്ടേക്ക് പോവുക. താങ്ക് യു ടീച്ചറെ. Okay. ഒത്തിരി സന്തോഷം ടീച്ചറെ. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ടീച്ചറും നമുക്ക് വേണ്ടിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ വന്നതിൽ അതിയായ സന്തോഷം. നമുക്ക് അടുത്ത നമ്മുടെ മെറീന മിസ്സിനെ ഒന്ന് വിളിക്കാം. മെറീന ടീച്ചറെ, ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്. മെറീന മിസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് ഡോൺ സാറിനെ ഒന്ന് വിളിക്കാം. ഡോൺ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. ആ മാഷേ നമസ്കാരം. നമസ്കാരം സാറേ. തുടങ്ങാം. എല്ലാവർക്കും സാർ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാർ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട അജസ് സാറേ, അധ്യാപകരെ, ഈ കേട്ടിട്ടെന്ന ഈ സ്വപ്നം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും. അപ്പൊ ഞാൻ ഇവിടെ ബേസിൽ സാർ ഇവിടെ പറഞ്ഞായിരുന്നു, നമുക്ക് മുമ്പേ പറഞ്ഞ, ഞാനും ഒരു ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പം അവരാദ്യം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ എന്ന. പലരും അവിടെ കേട്ടിട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വരിക്കുമ്പോൾ അവർ പൊതുവെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് പൊക്കോളനാണ് പറയാറ്. പക്ഷെ ഇന്ന് എനിക്ക് നല്ലൊരു അഭിമാനവും നല്ലൊരു സന്തോഷമുള്ള ഓരോ ദിവസങ്ങളാണ്. ഞാൻ ഇന്നിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്, ഇവിടെ എറണാകുളം തൃക്കളത്തൂർ എന്നുള്ളൊരു സ്കൂളിൽ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കേട്ടിട്ട് വിജയിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു കേട്ടിട്ട് ടെസ്റ്റ് പാസ്സായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ വിദ്യാവീതിയെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, വിദ്യാവീതി നമ്മുടെ ആ പേരിൽ തന്നെയുണ്ട് വിജയത്തിന്റെ പാത. ആ പാതയിലൂടെ നമ്മൾ നയിക്കുവാൻ ഒരു കൂട്ടം അജയ് സാറിനെ പോലെയുള്ള അഖില മിസ്, അങ്ങനെ തുടങ്ങിയ ജീന മിസ്, കാഞ്ചന മിസ്, അങ്ങനെ ഒത്തിരി അധ്യാപകരുണ്ട് നമ്മുടെ ആ വിജയത്തിന്റെ പാതയിലൂടെ നയിക്കാൻ. നമ്മൾ വൈഗോട്സ്കിയുടെ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കാറുണ്ട്. DLED സൈക്കോളജിയിലൊക്കെ പഠിച്ചതാ. പക്ഷെ ഞാൻ ഈ വിദ്യാവേദിയിൽ വന്നപ്പോഴാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം മനസ്സിലായത്. കാരണം നമുക്ക് പൊതുവെ എത്താൻ സാധിക്കുന്ന ഒരു ലെവലുണ്ടെങ്കിലും ഈ അധ്യാപകരുടെ എല്ലാം കൂട്ടമായ പരിശ്രമം കൊണ്ട് നമ്മളൊരു കറന്റ് എബിലിറ്റി, നമുക്കൊരു പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. അതിന് മാത്രം ഒരു നല്ലൊരു മികച്ച ക്ലാസ്സുകളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ലളിതമായ രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നതും എല്ലാം. ഞാൻ ഇതിനു മുമ്പ് 2-3 ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടെ നിന്നൊരു കംഫർട്ട് ആയിട്ടില്ല, എനിക്ക് അത്രയ്ക്കും ഒരു ലഭിച്ചില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ കേവലം ഇപ്പം മാർവ ടീച്ചർ പറഞ്ഞായിരുന്നു, മാർവ ടീച്ചറിന്റെ ഒപ്പം ഞാൻ തൊടുപുഴയിൽ ജോയിൻ ചെയ്തതാണ്. 1 മാസം മാത്രമാണ് ഞാൻ കേട്ടിട്ട് പഠിച്ചുള്ളൂ. പക്ഷെ എനിക്ക് ആ 1 മാസം നല്ലൊരു അനുഭവവും അതോടൊപ്പം നല്ലൊരു വിജയവും നൽകാൻ ഈ വിദ്യാവീതിക്ക് സാധിച്ചു. താങ്ക് യു. താങ്ക് യു സാറേ, താങ്ക് യു. നമ്മുടെ മെറീന ടീച്ചർ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പം നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ നിങ്ങൾ വന്ന എല്ലാ അധ്യാപകർക്കും നന്ദി. അപ്പൊ നിങ്ങൾക്ക് ഇനി തിരിച്ചു പോകാം. കാരണം ഞാൻ ഇനി ഇവരുടെ ക്ലാസ്സിൽ ഇവരുടെ ബാച്ചിനെ കുറിച്ചിട്ട് ഇവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. മെറീന ടീച്ചർ വന്നാൽ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ആ ടീച്ചറിന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം അതേ നമുക്ക് തരാനുള്ളൂ, നിങ്ങളോട് പറയാനുള്ളൂ. അപ്പം ബേസിൽ സാറിനും ബർവ മിസ്സിനും ഡോൺ മാഷിനും മെറീന ടീച്ചറിനും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുക. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണോ അത് മറന്നു കളയാം. ഇത് പാടില്ലാത്തതാണ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് മറക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അത് മറന്നേ പറ്റൂ. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതിന്റെ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഓർമ്മയിൽ ഒരു കാര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഒരു കാര്യം ഉണ്ടെന്ന് കരുതുക. അത് നമുക്ക് വീണ്ടും നിങ്ങളിലേക്ക് നമ്മൾ ഇൻജക്ട് ചെയ്യുമ്പോൾ ഇതെനിക്ക് അറിയാം എന്നുള്ള ഒരു ധാരണ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ തന്നെ വരുത്തി വെക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ എടുക്കുന്ന ക്ലാസ് കണക്കിന്റെ ക്ലാസ്സുകളാണ്. ഈ കണക്കിന്റെ ക്ലാസ്സുകൾ ഞാൻ എടുക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരേ സിലബസിന്റെ അകത്ത് കുറെ ടോപ്പിക്കുകളുണ്ട്.
ജോലി സമയം, ശതമാനം, അതുപോലെ എന്താണ് ശരാശരി, മറ്റേ എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയും പിന്നെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വിരസത എന്ന് പറയുന്ന സാധനം നിങ്ങളിൽ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്. ആ ഒരു വിരസത നിങ്ങളിൽ ഉണ്ടായാൽ അവിടെ നിങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഇതിന് മുൻപ് എഴുതി വെച്ചത്, അത് നിങ്ങളൊരു ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കും. നിങ്ങളെ കാണും, നിങ്ങളെക്കൊണ്ട് പോലും എടുത്താൽ പൊങ്ങില്ലാത്ത സൈസ് പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാണും. പല പ്രമുഖമായ കമ്പനികളും തയ്യാറാക്കിയ പല റാങ്ക് ഫയലുകളും നിങ്ങളുടെ കയ്യിൽ കാണും. തൽക്കാലം ഈ ഒരു പരീക്ഷയ്ക്ക് അതിനോടൊക്കെ ഒന്ന് വിട പറയും. കുറെ പരീക്ഷ നിങ്ങൾ എഴുതി പരാജയപ്പെട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനോടൊക്കെ ഒന്ന് തൽക്കാലം വിട പറയും. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും A to Z ഞാൻ നിങ്ങൾക്ക് തരും. നമ്മുടെ അധ്യാപകർ നിങ്ങൾക്ക് തരും. ആ കാര്യങ്ങളിൽ നമുക്ക് തീർത്തും നിങ്ങളോട് എന്താണ് നമ്മൾ കൃത്യത ആ കാര്യത്തിൽ നമ്മൾ പാലിക്കും. നിങ്ങളുടെ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടറിഞ്ഞു തരാൻ നമ്മുടെ അധ്യാപകർക്ക് അറിയാം. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് DLEDന്റെ കരിക്കുലവും അതുപോലെ തന്നെ SCRT പാഠപുസ്തകങ്ങളും മാത്രമാണ്. നിങ്ങളെ ഈ പരീക്ഷ ഒരു കടമ്പ കടത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു 150-ൽ 140 മാർക്ക് വാങ്ങിച്ചു തരാമെന്ന് ഞങ്ങൾ വിദ്യാവേദിയുടെ പറയുന്നില്ല. നിങ്ങളെ കഷ്ടി ഈ ഒരു കടമ്പ കടത്തി ആ സർട്ടിഫിക്കറ്റ് മേടിച്ചു തരിക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ അതോടെ അതും കഴിഞ്ഞു. കാരണം നമുക്ക് ഇതിന്റെ എന്താണ് ഈ ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുക, വീട്ടിൽ കൊണ്ടുപോയി വെക്കുക. ഇതാണ് നമ്മളുടെ ഒരൊറ്റ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി മാത്രം പഠിച്ചാൽ മതിയാവും. അതിന് കൂടുതൽ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. മറവ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ടീച്ചർ ഇപ്പം മെസ്സേജ് അയച്ചു, അതുകൊണ്ടാണ്. ഉണ്ട് സാർ, ഉണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോറി, മെറീന ടീച്ചർ. ഓക്കെ ടീച്ചറെ, എന്നാ ടീച്ചറിന് 2 വാക്ക് സംസാരിക്കാനുള്ള സമയം തന്നിട്ട് ഞാൻ അങ്ങ് ബാക്കി പറയാം. ഓക്കെ സാർ, എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം ടീച്ചർ. ഓക്കെ സാർ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം എൻ്റെ പേര് മെറീന. ഞാനൊരു BEd കഴിഞ്ഞിട്ടിപ്പോ ഒരു 3 വർഷം കഴിഞ്ഞു. ഞാൻ BEdൽ ഇംഗ്ലീഷ് ആയിരുന്നു എടുത്തത്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ KTETന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെ പഠിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ വിദ്യാവേദിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ വിദ്യാവേദിയിൽ ജോയിൻ ചെയ്തു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഹാർഡ് വർക്ക് പ്ലസ് പ്രയർ ഉറപ്പായിട്ടും നമുക്ക് വിദ്യാവേദിയിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും KTET കിട്ടും. കാരണം ഞാൻ എൻ്റെ സോഷ്യൽ വർക്കറായിട്ട് ഞാൻ BEd കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ MSW എടുത്ത് സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, എനിക്ക് ഫീസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, ഫീസിന്റെ കാര്യങ്ങള് പുറത്ത് ടെൻഷനേ അടിക്കണ്ട സാർ, എന്നിട്ട് എനിക്ക് ഫീസ് കുറച്ചാണ് എന്നെ, അതായത് ഫസ്റ്റിലെ ഞാൻ വിദ്യാവേദിയിൽ ക്ലാസ് കൂടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം KTET എഴുതിയിട്ട് എനിക്ക് കുറച്ച് മാർക്കുകൾക്ക് പോയി. എന്നിട്ട് ഞാൻ നമ്മുടെ സാറിന്റെ അടുത്ത് ചെന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞു, അടുത്ത തവണ എനിക്ക് ആകെ വേണ്ടത് ജയിച്ചാൽ മാത്രം മതി, ഫീസ് എനിക്കൊരു പ്രശ്നമേ അല്ല. എന്നിട്ട് സാർ എനിക്ക് ഫീസ് കുറച്ച് തന്നു. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാറിന്റെ ക്ലാസ്സിലൊക്കെ ഉടനീളം എല്ലാ ടീച്ചേഴ്സും നമുക്ക് ഇംഗ്ലീഷ്, എന്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയുള്ള സബ്ജക്റ്റാണ്. പക്ഷെ വിദ്യാവേദിയിൽ വന്ന ശേഷം നമ്മുടെ ആൽബിൻ സാറായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടീച്ചറും കൂടി നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ സോഷ്യൽ സയൻസ് ആയിരുന്നു, എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. കാരണം സോഷ്യൽ സയൻസിന്റെ ടീച്ചർ നല്ല രീതിയിൽ, കാരണം ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ബാച്ചിൽ ടീച്ചർ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു ഞങ്ങളെ. കാരണം ഞങ്ങൾ പഠിക്കുന്നില്ല എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ആവറേജ് ആളാണ്. പക്ഷെ ഈ ടീച്ചർ വഴക്ക് പറഞ്ഞിട്ട് പോയാലും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ എക്സാമിന്റെ ഒരു 2 മാസം മുമ്പേ ഞാൻ എൻ്റെ ജോലി നിർത്തിയിട്ട് ഞാൻ കംപ്ലീറ്റ് വിദ്യാവേദിയിലൂടെ തന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിൽ ഞാൻ കൂടി. എന്നിട്ട് ആ സാറ് പറയുന്ന ഓരോ ക്ലാസ്സുകളും, അതുപോലെ തന്നെ ഓരോ എക്സാമുകൾ വിടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ എന്നിട്ട് ആദ്യത്തെ സമയങ്ങളിലൊക്കെ എനിക്ക് ഒട്ടുമേ മാർക്കില്ലായിരുന്നു.
ശരിക്കും വിഷമമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ സാറ് നമുക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടും, നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങളെ എല്ലാവരും മാർക്കില്ലെങ്കിൽ ഞാൻ തൂത്ത് വെളിയിലെറിയും, അങ്ങനെയൊക്കെ സാറ് ചൂടാകും. അപ്പൊ ആദ്യമൊക്കെ ശരിക്കും നമുക്ക് വിഷമം വരും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നിട്ട് ഞാൻ ഓരോ എക്സാമും മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഓരോന്ന് കഴിയുമ്പം സാർ ഇങ്ങനെ എക്സാമിന്റെ ഓരോ എക്സാമുകൾ ഇടും. അങ്ങനെ ആ എക്സാമുകൾ ഞാൻ പതുക്കെ 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 പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മളോട് പറയും ഈ ടെക്സ്റ്റ് ബുക്കുകൾ, കാരണം ഇപ്പം ടെക്സ്റ്റ് ബുക്കുകൾ കുറെ മാറിയിട്ടുണ്ട്, ആ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ നല്ലപോലെ പഠിക്കണം. അതുപോലെ ടീച്ചർ ഓരോ ഭാഗവും ടെക്സ്റ്റ് ബുക്കിന്റെ വായിക്കാൻ തരും. അപ്പം ഞാൻ അതെല്ലാം ടീച്ചർ നല്ലപോലെ വഴക്ക് പറയും ക്ലാസ്സിൽ, നമുക്ക് സങ്കടം വരും. പക്ഷെ എങ്കിൽ പോലും നമ്മള് ആ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് എന്ന് വെച്ചാൽ ആ വഴക്കുകളെല്ലാം കേട്ടുകൊണ്ട് തന്നെ ടീച്ചർ പറയുന്ന ഓരോ പോയിന്റും ഞാൻ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോട്ടീസൊക്കെ നോട്ടീസൊക്കെ രണ്ട് ആയിട്ട് കീറിയിട്ട് മിസ് പറയുന്ന ഓരോ സെന്റൻസും എന്നിട്ട് ആ ക്ലാസ്സുകളൊക്കെ ഞാൻ ആവർത്തിച്ച് ശരിക്കും കേൾക്കും. നിങ്ങളോട് പറയാനുള്ളത്, ടീച്ചേഴ്സ് എത്ര വഴക്ക് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. കാരണം വിദ്യാവീതിയുടെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുവാണെങ്കിൽ, കാരണം ഞാൻ എൻ്റെ ജോലി പോയി, എനിക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് ഒന്നുമില്ല കയ്യില്, കേട്ടിട്ടില്ലാത്തതുകൊണ്ട് സ്കൂളിലും കയറാൻ പറ്റുന്നില്ല, പഠിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പൊ എല്ലാവരുടെയും കുത്തുവാക്കുകൾ, അതുപോലെ തന്നെ ഈ മാരേജ് പ്രപ്പോസലൊക്കെ വന്ന സമയത്താണെങ്കിലും നമുക്കൊരു ജോലി ഇല്ലാത്തതിന്റെ പേരിൽ, അപ്പം അങ്ങനെ കുറെ വിഷയങ്ങൾ ശരിക്കും തകർന്ന ഒരു സമയത്തായിരുന്നു ഞാൻ സാറിന്റെ അടുത്ത് ചെന്നത്. ശരിക്കും എനിക്ക് പറയാൻ പറ്റും, ഒരു ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, സാറ് പക്ഷെ വഴക്ക് പറയും. എന്നാലും ആ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, കാരണം നമ്മൾ ഒരിക്കലും കിട്ടത്തില്ല എന്ന് നമ്മൾ വിചാരിക്കാതെ എന്നെ കൊണ്ട് പറ്റും, കാരണം മാക്സിമം എഫോർട്ട് എടുത്താൽ ഉറപ്പായിട്ടും വിദ്യാവീതിയുടെ കൂടെ പോയാൽ നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം ഓരോ ക്ലാസ്സുകളിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ടീച്ചേഴ്സ് പറയുന്ന പോയിന്റ്സുകൾ എഴുതിയെടുക്കുക, ആ ക്ലാസ്സുകൾ റിപ്പീറ്റ് കാണുക, അതുപോലെ തന്നെ ക്ലാസ് ടെസ്റ്റുകൾ എഴുതുക. നമ്മൾ തോറ്റു പോക്കോട്ടെ എന്നാലും പ്രശ്നമില്ല, അവസാനം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോയാൽ. അതുപോലെ തന്നെ സാറ് പറയാറുണ്ട് എക്സാമിന്റെ സമയത്ത് സാറ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമെന്നൊക്കെ. ശരിക്കും അങ്ങനെയുള്ള അധ്യാപകരുടെ പ്രാർത്ഥന ഭയങ്കര വിലപ്പെട്ടതാണ്. ഞാൻ പിന്നെയും സോഷ്യൽ സയൻസിന്റെ കാര്യം പറയുന്നത്, ഞാൻ സോഷ്യൽ സയൻസ് ആയിരുന്നു. ടീച്ചർ ഒത്തിരി നമ്മളെ വഴക്ക് പറയും ക്ലാസ്സിന്റെ സമയത്ത്, പക്ഷെ ആ ടീച്ചറിന്റെ ഒപ്പം തന്നെ ക്ലാസ്സുകൾ കൂടുക, ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ മാക്സിമം 5, 6 ആ ടെക്സ്റ്റ് ബുക്കുകൾ, മാറ്റം വന്ന ടെക്സ്റ്റുകളൊക്കെ വായിക്കുക, നല്ലപോലെ എക്സാമുകൾ എഴുതുക, റിവിഷൻ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വർഷം 1 മാർക്കോ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിദ്യാവേദിയിൽ 1-2 പേരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 1-2 മാർക്കിന് പോയവരാണെങ്കിൽ ഈ ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയും ആത്മാർത്ഥതയും അതുപോലെ തന്നെ നമ്മുടെ എഫോർട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ജയിച്ചിരിക്കും. കാരണം 6 തവണ ഞാൻ കേട്ടിട്ട് ജയിച്ചിട്ടില്ല. അപ്പം 2 വർഷമേ ആയിട്ടുള്ള വിദ്യാവീതിയുടെ കൂടെ വന്നിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ 2 മാർക്കിനാണ് പോയത്. അപ്പൊ സാർ എന്നോട് പറഞ്ഞത് ആകെ ഒരു കാര്യമാണ്, അടുത്ത വർഷം മെറീന ജയിക്കണം. ആ ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാവരും മാക്സിമം നമുക്ക് പറ്റുന്ന എഫേർട്ടുകളൊക്കെ എടുക്കുക. ഞാൻ എൻ്റെ ജോലി നിർത്തി, ഇപ്പൊ എനിക്ക് ഒരു ജോലി ഇല്ല, പക്ഷെ എനിക്ക് അഭിമാനമുണ്ട്. കാരണം അന്ന് ഞാൻ ജോലി നിർത്തിയിട്ടാണ് രാവിലെ 2 മണിക്കും വെളുപ്പിനെ 3 മണിക്കും ഒക്കെ കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. ഈ വിദ്യാവീതിയുടെ നോട്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ് എല്ലാം ഞാൻ കൂടുമായിരുന്നു. പക്ഷെ ക്ലാസ് ടൈമിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയത്തില്ലായിരുന്നു, കാരണം എനിക്ക് അത് പറയാനുള്ളത് ആ ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ആ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ എല്ലാം നമുക്ക് പറ്റും ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ശരിക്കും എൻ്റെ ഒരു ഇതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരാൾക്കൊരു, കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നിടത്ത് നമ്മളെ കൊണ്ട് പറ്റും. കാരണം കേറ്റിട്ട് 2 എഴുതിയത് കൊണ്ട് ഇപ്പൊ എനിക്ക് വാശിയായി. ഞാൻ PG കഴിഞ്ഞതായതുകൊണ്ട് കേറ്റിട്ട് 3 എഴുതണം, നമുക്ക് അടുത്തടുത്തത് പഠിക്കണമെന്നൊരു വാശിയായി. അപ്പം നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഉറപ്പായിട്ടും വിദ്യാവീതിയിൽ വന്നു കഴിഞ്ഞാൽ ആരും എവിടെയും തോൽക്കില്ല എന്ന് 100% ഉറപ്പുണ്ട്. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ടീച്ചേഴ്സ് ഉള്ളിടത്തോളം കാലം നമുക്ക് പറ്റും. മാക്സിമം ടെക്സ്റ്റ് ബുക്കുകളും അവർ തരുന്ന എക്സാമുകളും ഒക്കെ എഴുതുക, ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. താങ്ക് യു ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ടീച്ചറും നമ്മളെ വിളിച്ചപ്പോ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. ടീച്ചറിന് ഒരുപാട് സന്തോഷം. നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് തുടരാം. ഓക്കെ ടീച്ചറെ, ടീച്ചറിനെ ലീവ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ എന്താണോ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചു വെച്ചിരിക്കുന്നത് അതിന് നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ പഠിച്ചതായിരിക്കാം,
ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കാം, പുറത്ത് പഠിച്ചിട്ടുള്ളതായിരിക്കും. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ മാത്രമേ പരിപാടിയുള്ളൂ. കാരണം പകല് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരും ജോലി ചെയ്യാൻ പോകുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പകൽ ഒരു പരിപാടിയും ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കാര്യം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി 9 മണിയാകുമ്പോൾ ക്ലാസ് തരും. അത് ലൈവ് ആയിരിക്കാം, റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 15-20 ദിവസത്തേക്ക് നമ്മൾ ഈ സിലബസ് മുഴുവൻ നിങ്ങളൊന്ന് ധാരണയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും തരിക. അതിനുശേഷമായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് ലൈവ് ക്ലാസ്സുകൾ തരിക എന്ന് പറയുന്നത്. ഈ ലൈവ് ക്ലാസ്സിന്റെ സമയം എന്ന് പറയുന്നത് രാത്രി 9 മുതൽ 10 വരെയാണ്. കാരണം അതിനകത്ത് ഒരു മാറ്റവും വരിക. ഈ 9 മണി മുതൽ 10 മണി വരെ എന്ന് പറയുന്ന 1 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മണിക്കൂറാണ്. ഈ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് തരും. അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇപ്പൊ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കും എപ്പോഴാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് നാളെ രാത്രി ക്ലാസ്സിന് മുൻപായിട്ടേ ഓപ്പൺ ആവുള്ളൂ. കാരണം ഇത്രയും പേരെ ഒരുമിച്ച് ആഡ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മളിപ്പോൾ ലിസ്റ്റ് കൊടുക്കും. അത് അവിടെ നാടായി വരണം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 4-5 മണിയൊക്കെ ആവും. നാളെ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഡി ആവുള്ളൂ. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷമേ നിങ്ങളുടെ വെബ്സൈറ്റ് റെഡി ആവുള്ളൂ. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നമ്മുടെ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാം. വെബ്സൈറ്റ് ഇപ്പൊ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ആപ്പ് വഴി കാണാം. മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ല 2 ദിവസത്തിനകം നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വേണമെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് കാണണമെങ്കിലും കാണാം. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യം 9 മണിയാകുമ്പോൾ തരും. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ടീച്ചർ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചേക്കുന്ന ടീച്ചർ, അഖില ടീച്ചറോ അൽഫോൻസ് ടീച്ചറോ ഒരാളുണ്ടാവും. ഈ ടീച്ചർ നിങ്ങൾക്ക് കൃത്യം 9 മണിക്ക് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ് ആണെങ്കിൽ ലൈവ് ക്ലാസിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരും. നിങ്ങൾ ആ ക്ലാസ്സിൽ കയറുക, ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ കൃത്യമായിട്ട് അവരൊരു സംഭവം നിങ്ങൾക്ക് എഴുതി ഗ്രൂപ്പിലിടും. അത് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുക. അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരും. നിങ്ങളെ ക്ലാസ് കണ്ടു എന്ന് ഉറപ്പുവരുത്താനായിരിക്കും നമ്മൾ തരുന്നത്. ആ ടാസ്കിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ പിറ്റേന്ന് രാത്രി 8 മണിക്ക് മുൻപ് പൂർത്തിയാക്കുക. അതായത് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു ക്ലാസ് തന്നാൽ അത് നിങ്ങൾക്ക് കാണാനും അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുമായിട്ട് നാളെ രാത്രി 8 മണി വരെ സമയമുണ്ട്. ഏകദേശം 23 മണിക്കൂർ സമയമുണ്ട്. അത് ലൈവ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് 22 മണിക്കൂർ സമയം കിട്ടും. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിനും അപ്പുറത്ത് നിങ്ങൾക്ക് തരുന്ന 8 മണിക്ക് എല്ലാ ദിവസവും ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സിന്റെ അത് നിങ്ങൾ പഠിച്ചോ എന്നറിയാനായിട്ട് പിറ്റേന്ന് രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം നമ്മൾ നടത്തും. അത് PDF ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ അയച്ചു തരും. നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്ത് വെക്കണം, എടുക്കാം, എഴുതിയെടുക്കണമെങ്കിൽ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ആ എഴുതിയെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുന്ന കാര്യങ്ങൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എവിടെയെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വെക്കുക. രാത്രി 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ തരും. നിങ്ങൾക്ക് ആൻസർ കീ വെച്ചിട്ട് അതിന്റെ ഒത്തു നോക്കാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. അതിനുശേഷം 10 മണിയാകുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പോൾ ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ഇട്ട് തരും. അതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അതിൽ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം. മാർക്ക് കുറയുന്നവരെ 20 ദിവസം കൂടുമ്പോൾ നമ്മുടെ അധ്യാപകര് പേഴ്സണലായിട്ട് വിളിക്കും, ആവശ്യത്തിന് തെറിയും പറയും. അതിൻ്റെ അകത്തൊന്നും ഒരു പഞ്ഞും ഇവിടെ ഇല്ല. ഇവിടെ ഏറ്റവും ഒരു പഞ്ഞും ഇല്ലാത്ത സാധനമാണ് തെറി, ചീത്തവിളി. ഇതിനിവിടെ ഒരു പഞ്ഞും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് വേണം. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ബുക്ക്. ഇപ്പൊ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന അവരുടെയൊക്കെ ഒരു വലിയ ബുക്കുണ്ട്, കട്ടിയുള്ളത്. ഒരു 100-110 രൂപ കൊടുത്താൽ മേടിക്കാവുന്ന സാധനമുണ്ട്. അത് കൂട്ടൊരു ബുക്ക് നിങ്ങൾ മേടിക്കുക. ഇനി അത് മേടിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ആ പൈസ ഞാൻ നിങ്ങൾക്ക് തരാം. അത് മേടിച്ചിട്ട് ഒരു സൈഡിൽ നിങ്ങൾക്ക് അതാത് ദിവസങ്ങൾ എടുക്കാൻ പറയുന്ന ക്ലാസ്സുകളുടെ നോട്ട്, നിങ്ങളോട് ഇപ്പൊ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളൊരു നോട്ട്, നിങ്ങളിപ്പോ റെക്കോർഡഡ് ക്ലാസ് ആണ് കാണുന്നെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സിന്റെ നോട്ട് എഴുതുക. ലൈവ് ആണെങ്കിൽ ടീച്ചർമാരെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നോട്ട് ഇന്നത് എഴുതി വെക്കൂ എന്ന് പറയുമ്പോൾ അത് എഴുതുക. അതിന് വേണ്ടിയിട്ടാണ്. മറുവശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതി വെക്കാനാണ്, ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ തുടക്കത്തിൽ ടാസ്ക് ആയിട്ട് തരുന്നത് ഒരു ക്ലാസ് കണ്ടിട്ട് ആ ക്ലാസ്സിൽ നിന്ന് ഓരോ ചോദ്യവും അതിന്റെ 4 ഓപ്ഷനുകളും അതിന്റെ ഉത്തരവും എഴുതിയിടുക എന്നാണ്. അതായത് ഒരു ബാച്ചിൽ 50 പേരാണുള്ളത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 50 ചോദ്യങ്ങളും 50 ഉത്തരങ്ങളും കിട്ടും. ഈ 50 ചോദ്യങ്ങളും 50 ഉത്തരങ്ങളും നിങ്ങൾക്ക് പരീക്ഷ ആകുമ്പോഴേക്കും ആ ചോദ്യങ്ങളിൽ നിന്നും ഉത്തരങ്ങളിൽ നിന്നും മാത്രമായിരിക്കും 150 ചോദ്യങ്ങൾ വരിക. അതിന്റെ അപ്പുറത്തോട്ട് വരിക. അപ്പൊ അതുകൊണ്ട് അത് മാത്രം പഠിച്ചാലും മതി. പക്ഷെ അത് നിങ്ങൾ പഠിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സ് വെച്ചേക്കുന്ന കാര്യമാണ്. പക്ഷെ അതിലൊരു മാറ്റം നിങ്ങൾ തന്നെ വരുത്തണം. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അത് കാണാതെ വായിച്ച് പഠിക്കണം.
നമുക്കറിയാം നമ്മളിപ്പോ നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടമല്ലാത്തതോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടോണ്ടിരിക്കുകയാണെന്ന് കരുതുക. ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. അത് നമ്മളൊരു സിനിമ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ആ സിനിമയ്ക്കകത്ത് നമ്മൾ ചിലപ്പോൾ ഇപ്പൊ ഒരു പ്രേത സിനിമയായിരിക്കും. ആ സിനിമയിൽ ഒരു ചെറിയ വേർഡ് എവിടെയെങ്കിലും പറയും. അപ്പൊ നമ്മൾ ആ വേർഡുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും, ഡിക്ഷണറി എടുത്ത് നോക്കും. ഇതെന്താണെന്ന് അറിയാൻ നമുക്ക് എന്താണ് ഒരു ആകാംക്ഷ ഉണ്ടാവും. ആ ആകാംക്ഷ നമുക്ക് ഈ പഠനത്തിലും വേണം. എന്ന് പറഞ്ഞ ശതമാനം ഒന്ന് കേട്ട് കഴിയുമ്പോൾ എന്താണ് ഈ ശതമാനം എന്നുള്ളത് കാണാതെ പഠിക്കാതെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പുറത്തുനിന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. ഇപ്പൊ ChatGPT, AI, അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ഉണ്ട്. നമ്മൾ പഠിപ്പിക്കുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവരിങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ എന്ത് ചെയ്യുക, ഇതിന്റെ നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുക. ഇപ്പൊ നമ്മളിവിടെ ശരാശരിയുടെ ഒരു ചോദ്യം പഠിപ്പിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ 100 പേരുടെ ശരാശരി എത്രയാണ്, അല്ലെങ്കിൽ വയസ്സിന്റെ ശരാശരി എത്രയാണെന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ വേറെ രീതിയിൽ കണ്ടെത്താന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് കൂടെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി ചെയ്തു നോക്കുക. EVSന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, അല്ലെങ്കിൽ എന്താണ് തേനീച്ചകളെ കുറിച്ചിട്ടുള്ള പഠനം എന്നൊക്കെ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ റിസർച്ച് ചെയ്യുക. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു 10 പഠനങ്ങളിൽ നിന്നായിരിക്കില്ല 11ാമത്തെ സാധനമായിരിക്കും ചിലപ്പോൾ നമ്മോട് ചോദിക്കുക. അപ്പം നമുക്കിത് ഈ 11 കഴിഞ്ഞിട്ട് പിന്നെ 12ാമത്തേതായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു അറിവ് വേണം. ആ അറിവ് നിങ്ങൾ അധ്യാപകരായതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. ആ അറിവ് നിങ്ങൾ ഉണ്ടാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം ഉണ്ടാകുന്നത്. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ റെഡിയാവും. നിങ്ങൾക്ക് നാളെ ആപ്ലിക്കേഷന്റെ ലിങ്ക് അയച്ചു തരും. ആപ്പിളിലും അതുപോലെ ആൻഡ്രോയിഡിലും നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ നിങ്ങൾക്ക് ആ ലിങ്കിന്റെ കൂട്ടത്തിൽ തന്നെ തരും. ആ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി അതിൻ്റെ അകത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് 1, 2, 3 ആവർത്തി കാണുക. കണ്ടതിന് ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ നിങ്ങൾ ഈ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ 9 മണിക്കാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. 8:55 ആകുമ്പോൾ ലിങ്ക് ഓപ്പൺ ആകും. 9:05 വരെ നമ്മൾ ക്ലാസ്സിൽ കയറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചാവാൻ കിടക്കുവാന്ന് പറഞ്ഞാലും വന്ന് പറഞ്ഞാൽ നിങ്ങളെ കയറ്റിയല്ല. അതുകൊണ്ട് 8:55 ആകുമ്പോൾ തന്നെ ക്ലാസ്സിൽ കയറി ഇരുന്നോണം. കയറി ഇരുന്ന ആൾക്ക് പിന്നെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിപ്പോയാലും വീണ്ടും കയറാൻ പറ്റും. എന്നാൽ അല്ലാതെ കയറാത്തവൻ വന്നിട്ട് സാറേ എനിക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറണം, ഞാനിവിടെ അത്യാവശ്യമായിട്ട് 2 പാത്രം കഴുകുകയായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാൻ വരരുത്. ലൈവ് ക്ലാസ് തുടങ്ങിയാൽ കൃത്യമായിട്ട് കയറിയിരിക്കണം. ഇതുവരെ ഇല്ലാത്ത ഒരു പരിപാടി നമ്മൾ ഇപ്രാവശ്യം പുതുതായിട്ട് ഉണ്ടാക്കുകയാണ്, അറ്റൻഡൻസ്. എല്ലാ ദിവസത്തെ ക്ലാസ്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് വഴി അറ്റൻഡൻസ് നമ്മൾ എടുക്കും. ആപ്പ് വഴി അറ്റൻഡൻസ് ആ കൃത്യസമയത്ത് എടുക്കാത്തവനെ 4 തവണ നമ്മൾ വാണിംഗ് കൊടുക്കും. 5ാമത്തെ തവണ അവനെ നമ്മൾ പുറത്താക്കും. കാരണം വെറുതെ എന്തിനാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 413 കുട്ടികൾ പഠിച്ചിട്ട് 93 പേരാണ് ജയിച്ചത്. വളരെ ശതമാനം കുറവായിരുന്നു. മൊത്തത്തിൽ ഏതാണ്ട് 1000, 1500 പേര് ജയിച്ചതിൽ 93 പേരെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പം ആ 93 പേര് ജയിച്ചതിന്റെ കഥ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറുമായിരുന്നു, നന്നായിട്ട് പ്രവർത്തിക്കുമായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയത്. നമ്മൾ കുറെ കാണാതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ദൈവാനുഗ്രഹം കൂടി വേണം. കാരണം നമ്മൾ ഈ കാണാതെ പഠിച്ച സാധനം അവിടെ വരണമല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തലേദിവസം ഞാൻ എടുത്ത ക്ലാസ്സിൽ 7 ചോദ്യങ്ങൾ അതുപോലെ തന്നെ കണക്കിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരുന്നു, പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ 7 മാർക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ EVS ആണെങ്കിലും അങ്ങനെയാണ്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. പിന്നെ വലിച്ചു വാരി പഠിപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് മാത്രമേ നിങ്ങളിലേക്ക് നമ്മൾ തരുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ജയിക്കാനുള്ളത് മേടിക്കുക, ജയിച്ചിട്ട് നിങ്ങൾ പോവുക, നിങ്ങളുടെ കാര്യം നോക്കി പോവുക. ആകെ മൊത്തം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ 10 പിള്ളേരുടെ അഡ്മിഷൻ നമുക്ക് പിടിച്ചു തരിക എന്നുള്ളത് മാത്രം. വേറെ ഒന്നും നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ചെയ്യേണ്ടതില്ല. വരുന്ന വഴികളിൽ ഇപ്പൊ നമുക്ക് 2, 3 മാസമുണ്ട്. ഈ 2, 3 മാസത്തിനകത്ത് നമ്മൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റേണ്ടത്. കാരണം കൃത്യത എന്ന് പറയുന്നത് എനിക്ക് വളരെ നിർബന്ധമാണ്. ക്ലാസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം തെറ്റും. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ച് തെറി പറയും. എൻ്റെ അകത്ത് വേറെ സംശയമൊന്നുമില്ല. നിങ്ങൾ എത്ര രൂപ അടച്ചതാണെങ്കിലും ഒറ്റ പൈസ പോലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരില്ല. നിങ്ങളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ പൈസ പോലും ഞാൻ തിരിച്ചു തരില്ല. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരാഴ്ച നിങ്ങൾക്ക് ക്ലാസ് കാണാനും ആ ഒരാഴ്ചക്കകത്ത് നിങ്ങളുടെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് പ്രയോജനം കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറഞ്ഞു.
ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച പൈസ മുഴുവൻ തിരിച്ചു നിങ്ങളെ പറഞ്ഞു തരാം. കാരണം എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടുമെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മുടെ പരിപാടികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾ ഒരു 7 ദിവസത്തെ ക്ലാസ് കണ്ടതിന് ശേഷം 7 ദിവസത്തെ പരിപാടി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ പറഞ്ഞു പൈസ ഞാൻ റീഫണ്ട് ചെയ്യും. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു എന്താ പറയുന്നത്, ആ കാര്യങ്ങൾക്ക് ഒരു കൃത്യത വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ മറ്റേ എന്താ പറയുന്നത്, പണ്ട് കാരണവന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മ ഞണ്ട് പുറകോട്ട് നടന്നിട്ട് മുന്നോട്ട് നടക്കാൻ കുഞ്ഞു ഞണ്ടുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഞാൻ പൊറോട്ട നടന്നിട്ട് നിങ്ങളോട് മാത്രം മുന്നോട്ട് നടക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. 9 മണിക്ക് ഞാൻ ക്ലാസ്സിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ 9 മണിയാകുമ്പോൾ ക്ലാസ്സിന്റെ അകത്ത് ഞാൻ ഉണ്ടായിരിക്കും. അല്ലാതെ നിങ്ങള് വരുമ്പം ഞാൻ അവിടെ ഇല്ല, നിങ്ങൾ മാത്രം കയറി ഇരിക്കുന്നു, സാറെന്തേ എന്ന് ചോദിക്കുന്ന ആ ഒരവസ്ഥ നിങ്ങൾക്ക് ഞാനായിട്ട് വരുത്തില്ല. എന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് തന്നെ നടക്കും. അപ്പം നല്ലൊരു വിജയം നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് വിദ്യാവീതിയിൽ നിന്ന് തന്നെ കേട്ടിട്ട് കിട്ടാൻ പറ്റട്ടെ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോട്ടെ. നിങ്ങളുടെ ഈ ബാച്ചിന്റെ 2ാമത്തെ ബാച്ചിന്റെയും ടീച്ചർ അഖില ടീച്ചർ തന്നെയാണ്. അഖില ടീച്ചർ നിങ്ങളുടെ ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ തരാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആർക്കും പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കരുത്. കാരണം അത് മറ്റ് കുടുംബ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിച്ചെളിക്കും. സാറുമാരുണ്ട്, ടീച്ചർമാരുണ്ട്. ഇപ്പൊ ചില ടീച്ചർമാർ ഒരു സംശയം ചോദിക്കാനായിരിക്കും വേറൊരു സാറിന് മെസ്സേജ് അയക്കുന്നത്. എക്സ് ഓർ വൈ ആർക്കും അയച്ചോട്ടെ. ചിലപ്പോൾ ഒരു ഹായ് അയക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുടെ അവസ്ഥ, ഡിപ്രഷൻ, ഇതൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ആ സാറിന്റെ ഭാര്യ എടുത്ത് നോക്കുന്നത്, ഇത് ഏതാടാ ഒരു പുതിയ ആള് ഹായ് അയച്ചേക്കുന്നു. പിന്നെ അതിന്റെ ബാധ്യതയായി വള്ളിക്കെട്ടായി വേറെ പ്രശ്നങ്ങളായി. ഞാൻ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളിലും കൂടെ ഇടപെടേണ്ട വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ പറയാണ്, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചേ പറ്റൂ എന്നുള്ളതാണ് നിങ്ങൾ എനിക്ക് അയച്ചു. എന്ത് സ്വീകരിക്കാൻ ഞാനിവിടെ റെഡിയാണ്. തെറി പറയണോ, ചീത്ത പറയണോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ റെഡിയാണ്. 24/7 എന്ന് വേണേൽ പറയാം. കാരണം ഞാൻ അങ്ങനെ വലിയ ഉറക്കമൊന്നും ഉള്ള ആളല്ല. പകലൊക്കെ കിടന്നവിടെ കിടന്നുറങ്ങുന്ന ആളുണ്ട്. ഇന്ന സമയമൊന്നുമില്ല. നിങ്ങൾ എപ്പം മെസ്സേജ് അയച്ചാലും 1 അല്ല 2 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് റിപ്ലൈ ഞാൻ തരാം. അതുകൊണ്ട് നിങ്ങൾ പേഴ്സണലായിട്ട് ആർക്കും മെസ്സേജ് അയക്കാൻ പോകണ്ട. പിന്നെ ഗ്രൂപ്പിൽ ഈ പറയുന്ന ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഓക്കെ, താങ്ക്സ്, ഹായ്, പോയി, പിന്നെ 2 തമ്പ്, ഒരു ലവ് ചിഹ്നം, കണ്ണിങ്ങിന് ഇങ്ങനെ ചിഹ്നം വരുന്നത്, ഇതൊന്നും നമുക്ക് ആവശ്യം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളൊരു മെസ്സേജ് ഇട്ടാൽ നിങ്ങൾ കണ്ടു എന്ന് ഉറപ്പാക്കാനായിട്ട് നിങ്ങളൊരു ജസ്റ്റ് ഒരു തമ്പ് മാത്രം ആ മെസ്സേജിൽ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൽ തന്നെ ഇടുക. അല്ലാതെ വേറെ അഭ്യാസങ്ങളൊന്നും വേണ്ട. പിന്നെ ദിവസത്തിൽ ഒരു 2 തവണയെങ്കിലും ആ ഗ്രൂപ്പിൽ കയറി നോക്കുക. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അധ്യാപകർ നിങ്ങളോട് പുതിയ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും നോക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ ഇത്തവണ നിങ്ങൾക്ക് കേഡറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. 100% എനിക്ക് ഉറപ്പാണ്. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ക്രമീകരിച്ച് തരും. അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇന്ന് മുതൽ ആഡ് ചെയ്യും. നിങ്ങൾക്കൊരു മെസ്സേജ് വരും, നിങ്ങളെ സക്സസ്ഫുൾ ആയിട്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, താഴത്തെ കൊടുത്തേക്കുന്ന ലിങ്കിൽ കയറിക്കോളാൻ. അപ്പൊ തന്നെ കയറാൻ പോകരുത്. ഞാനൊരു ഡെമോ വീഡിയോ തരും. അതിനുശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷനിൽ കയറി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വലിയ പാടായിട്ട് വരും. അതുകൊണ്ടാണ്. പിന്നെ അതെനിക്ക് അതിൻ്റെ അകത്തു നിന്നൊക്കെ മാറ്റിക്കൊണ്ട് വരണമെങ്കിൽ വലിയ താമസം വരും. അപ്പൊ നമുക്കൊരു പുതിയ അധ്യായം ഇവിടെ കുറിക്കാം. നല്ലൊരു ബുക്ക് മേടിക്കുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, നന്നായി കിടന്ന് ഉറങ്ങുക. അത്യാവശ്യം വിശ്രമമൊക്കെ മനുഷ്യന് വേണം. ആ വിശ്രമത്തിന്റെയൊക്കെ ഇടയിൽ 1.5 മണിക്കൂർ കൂടുതൽ നമ്മുടെ വിദ്യാവിധിയിൽ നിങ്ങൾ കേട്ടിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടും, ഷുവറാണ്. കാരണം 4 ദിവസമായുള്ളൂ. നിങ്ങൾക്കറിയാലോ, 3 ദിവസമായുള്ളൂ നമ്മുടെ അഡ്മിഷൻ തുടങ്ങിയിട്ട്. ഒരു ബാച്ചിൽ 50 പേര് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ബാച്ചിൽ 11 പേരോളം ആയി. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ വിദ്യാവീതിയിലെ ആൾക്കാർ എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്. നമ്മൾ കാറ്റഗറി 1ഉം 2ഉം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഇവിടെ. നമുക്ക് വേണം 3ഉം 4ഉം ഒക്കെ പഠിപ്പിക്കാം. 4 കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ 4ഉം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അത് ഹിന്ദി മാത്രമേ നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക, ഇതിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അല്ലാതെ വലിച്ചുവാരി നമ്മളിപ്പം കേട്ടത്തിൽ 3യിൽ വേണമെങ്കിൽ നാച്ചുറൽ സയൻസോ മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ നമുക്ക് എടുക്കാം, ടീച്ചർമാരില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് എല്ലാത്തിലും കൂടെ ഓടിയെത്താൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മേടിച്ചാൽ ആ പൈസ എനിക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, എന്റെ അധ്യാപകർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, ഞാനത് കൊടുക്കുന്ന ആളുകൾക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സത്യസന്ധത വേണം. അല്ലാതെ നിങ്ങളുടെ നിന്ന് മേടിച്ചു, നിങ്ങളെ പറ്റിച്ച് നാളെ കഴിഞ്ഞിട്ട് നാളെ ക്ലാസ് തരാന്ന് പറഞ്ഞിട്ട് നാളെ ക്ലാസ് ഇല്ല, മറ്റന്നാൾ ക്ലാസ് ഇല്ല, പരീക്ഷയില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ തന്തയ്ക്കും തെറി വിളിച്ച് പോകുന്നൊരു രീതി ഉണ്ടാവില്ല ഇവിടെ. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തവണ വിദ്യാവിധിയിൽ നിന്ന് കേട്ടിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മൾ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. ഇനി മുതൽ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു അപ്പാപ്പന്റെ ഒക്കെ ഒരു സ്ഥാനം വഹിക്കുകയാണ് ഈ ഒരു പരീക്ഷ തീരുന്നിടം.
ഞാൻ നിങ്ങളെ പറയുന്നതുകൊണ്ടൊന്നും നിങ്ങൾക്ക് വിചാരം സങ്കടമൊന്നും വേണ്ട. കാരണം നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അപ്പൻ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണ്ട, നശിക്കാൻ വേണ്ടി പറഞ്ഞു തരില്ല. നമ്മുടെ അമ്മ ഒരിക്കലും നമ്മൾ നശിക്കാൻ വേണ്ടി പറഞ്ഞു തരില്ല. അതുപോലെ നിങ്ങൾ എന്നെ കരുതിയാൽ മതി. നിങ്ങളുടെ ഒരു അപ്പാപ്പന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഒരു അപ്പാപ്പന്റെ ആയിട്ട് ഞാൻ ഉണ്ടാവും ഈ പരീക്ഷയുടെ റിസൾട്ട് നിങ്ങൾക്ക് വരുന്നിടം വരെ. അപ്പൊ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നന്നായിട്ട് പഠിക്കാം ഇന്ന് മുതൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം, പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബോധ്യം വന്നോ? നിങ്ങൾ ഇവിടെ പഠിച്ചാൽ ജയിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബോധ്യം വന്നോ? കഴിഞ്ഞ പ്രാവശ്യത്തെ 10-12 പിള്ളേരുണ്ട് ഇപ്രാവശ്യം ഈ ബാച്ചിൽ കിട്ടാത്തവർ. എല്ലാവർക്കും അതൊരു മടിയാണ്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കൊക്കെ ഒരു മടിയാണ്. നിങ്ങളുടെ അടുത്ത് പഠിച്ച ആൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴേ അവർക്കൊരു മടിയാണ്. കാരണം എനിക്ക് അങ്ങനെ പറയല്ല. എൻ്റെ അടുത്ത് 3-4 തവണ പഠിച്ചിട്ട് കിട്ടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 11-12 പേരുണ്ട് ഈ പ്രാവശ്യം. പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ധൈര്യമായിട്ടും പറഞ്ഞോ, ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ജയിക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ ഇപ്പൊ? അതും ഇല്ല. സാറേ കോൺഫിഡൻസ് ഉണ്ട് സാറേ. ഓക്കെ, കഴിഞ്ഞ ഞാൻ 89 മാർക്ക്, 1 മാർക്കിനാണ് ഞാൻ പോയത്. ഇതുവരെ ഇത്രയും മാർക്കിൽ ഞാൻ എത്തിയിട്ടില്ല. ആദ്യമായിട്ട് 89 മാർക്ക് വരെ വരുന്നത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്തായാലും അല്ലെങ്കിൽ വിദ്യാവിധി പഠിച്ചാൽ നേടും എന്ന് ഉറപ്പാണ്. താങ്ക് യു ടീച്ചറെ, താങ്ക് യു. നമസ്കാരം. ഞാനും അതുപോലെ തന്നെയാണ് വിദ്യാവിധിനെ കുറിച്ച് കേട്ടിട്ടാണ് ഇതിനെ കുറിച്ച് ജോയിൻ ചെയ്തത്. ഞാൻ സ്കൂളിൽ 1 മാസത്തേക്ക് ലീവ് എടുത്തിട്ടുള്ളത്. ലീവ് എടുത്തിട്ട് വിദ്യാവിധി അഡ്മിഷൻ എടുത്തതിന് ശേഷം ലീവ് എടുക്കാമെന്ന് പറഞ്ഞ് ഇന്ന് സ്കൂളിൽ ലീവ് എഴുതി കൊടുത്തിട്ടാണ് ഇന്ന് ഈ ക്ലാസ് ഇരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഓക്കെ, പ്രജില ടീച്ചർ അല്ലേ? അതെ സർ. ഓക്കെ, ശരി. സാർ, എനിക്കും വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 തവണ കേട്ടിട്ട് എഴുതി. ആദ്യത്തെ ഞാൻ DLED കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ DLED കോഴ്സ് സെക്കൻഡ് സെം കഴിഞ്ഞിട്ട് ഒരു കേട്ടിട്ട് എക്സാം എഴുതിയായിരുന്നു. അതിൽ 88 മാർക്ക്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോഴും 89. നിരാശ എന്ന് പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. മനസ്സ് നന്നായിട്ട് മടുത്തിരിക്കുകയാണ്. ഇപ്രാവശ്യമെങ്കിലും എഴുതിയെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ ടീച്ചറെ, കിട്ടും. ഇത്തവണ കിട്ടും. നിങ്ങൾക്ക് കിട്ടാതെ എവിടെ പോവാൻ? ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് ഈ പറയുന്ന പോലെ സിലബസിലൊക്കെ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. മൈനസ് മാർക്കൊക്കെ ചിലപ്പോൾ ആഡായി വന്നേക്കാം. ഒരുപാട് റിസ്കുകളുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും കടഞ്ഞു പരിശ്രമിച്ച് ഇത്തവണ എഴുതിയെടുക്കുക. അനീറ്റ പറഞ്ഞു. സാറേ, എന്റെ പേര് അനീറ്റ. ഞാനിപ്പോ കുറച്ച് തവണയായിട്ട് 2-3 തവണയായിട്ട് ഞാൻ എഴുതുന്നുണ്ട് കേട്ടിട്ട്. പക്ഷെ എന്നെ കൊണ്ട് നേടാനായിട്ട് സാധിച്ചില്ല. 2-3 മാർക്കിനൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. അപ്പം യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെയാണ് ഞാൻ വിദ്യാവിധി ജോയിൻ ചെയ്തത്. എനിക്ക് എന്തായാലും നേടാനായിട്ട് സാധിക്കുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്. താങ്ക് യു ടീച്ചറെ. നമുക്ക് സെറ്റാക്കിയേക്കാൻ ഇത്തവണ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങൾ നാളെ തന്നെ ബുക്ക് മേടിക്കുക. നാളെ ഞാൻ കഴിയുന്നത് നേരത്തെ ഡെമോ വീഡിയോ നിങ്ങൾക്ക് തരാം. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാളെ മുതൽ ഞാനുണ്ടാവും. അഖില ടീച്ചർ നിങ്ങളോടൊപ്പം 24 hours ഉണ്ടാവും. അപ്പൊ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സാർ. Thank you, sir.